മനസ്സുറപ്പിക്കണം, നിർമ്മതരാവണം. ശ്ലീഹ പറയുകയാണ്, ഉറപ്പോടെ നിൽക്കണം. ഈ സഹനങ്ങളെ ഓർത്ത് ഭ്രാന്ത് പിടിക്കരുത്. കാരണം എന്തോ ഒന്ന് നടക്കുവാൻ പോകുന്നു. എന്താണ് നടക്കുവാൻ പോകുന്നത്? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത സംഭവിക്കുവാൻ പോകുന്നു. ഈസ് ഗോയിങ് ടു കം അഗെയിൻ. അവൻ വീണ്ടും വരുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൃപ ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. യഥാർത്ഥത്തിൽ ഒരു കാത്തിരിപ്പിനുള്ള ആഹ്വാനമാണ് അപ്പോസ്തലൻ നൽകുക. പ്രത്യാശയോടെ കാത്തിരിക്കണമെന്നാണ് ശ്ലീഹ പറയുക. ഇപ്പോഴുള്ള സഹനങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം, നേരിടുവാൻ തക്കവണ്ണം പ്രത്യാശയോടെ കാത്തിരിക്കണം. യേശു ക്രിസ്തു വരുവാൻ പോകുന്നു. അന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു കൃപയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കണം. പ്രത്യാശ എന്ന വാക്ക് ഏറെ പഠിച്ചിട്ടും ചിന്തിച്ചിട്ടുമുള്ള വാക്കുകളിൽ ഒന്നാണ്. പലപ്പോഴും ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ഹോപ്പ് എന്ന വാക്കാണ്, നമ്മൾ ഈ പറയുന്ന പ്രത്യാശ എന്ന വാക്കാണ്. മറ്റൊന്ന് എക്സ്പെക്ടേഷൻ എന്ന വാക്കാണ്, പ്രതീക്ഷ എന്ന വാക്കാണ്. Is there a difference between hope and expectation? പ്രത്യാശയും പ്രതീക്ഷയും തമ്മിൽ ഒരു ക്രിസ്തീയ ചിന്തയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമെന്നല്ലേ അല്ല. യഹൂദന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കുവാൻ ആര് വരും? മശിഹ വരും. തങ്ങളുടെ സഹനങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം വിമോചിപ്പിക്കുവാൻ മശിഹ വരും. അത് അവന്റെ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ആ മശിഹ വന്നപ്പോൾ ആ മശിഹ പോലും നേരിട്ടത് അതിലും ദയനീയമെന്നൊരു പക്ഷേ വിളിക്കാവുന്ന, അതിലും ഭീകരമായ പല സഹനങ്ങളും സങ്കടങ്ങളുമായിരുന്നു. നോക്കൂ, പ്രതീക്ഷ എന്ന് പറയുന്നത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് കുറെ കൂടെ പ്രസാദാത്മകമായി കാത്തിരിക്കുവാനുള്ള നിർദ്ദേശമാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ, വന്നവനും വരുവാനിരിക്കുന്നവനും. പ്രതീക്ഷയോടെ കാത്തിരുന്നവൻ മശിഹ വന്നു. എന്നാൽ അവൻ പറയുകയാണ്, യു ഹാവ് ടു വെയിറ്റ് അഗെയിൻ. ഇനിയും വരും, അതിനുവേണ്ടി കാത്തിരിക്കുക. ഇവിടെ ശ്ലീഹ പറയുന്നത് തന്നെയല്ലേ, അവൻ വരുവോളം ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. അതിനൊരു പ്രത്യാശ ആവശ്യമാണ്. അത് ഇന്ന് ഡേ 1, ഡേ 2, ഡേ 3 ആകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നുള്ള ഒരു പ്രോമിസ് അല്ല, ഒരു വാഗ്ദാനമല്ല, വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനമല്ല. അതിനൊക്കെ അപ്പുറത്ത് പ്രസാദാത്മകമായ ഒരു ക്രിസ്തീയ ജീവിതം കർത്താവ് വരുന്നത് വരെ നയിക്കുവാനുള്ള ആഹ്വാനമാണ്. ഒരുപക്ഷെ അതുതന്നെയാകാം ഈ പ്രതീക്ഷയും പ്രത്യാശയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരു ഇവന്റിന് വേണ്ടി ഒരു ദിവസം സംഭവിക്കുന്ന ഒന്നാണ് പ്രതീക്ഷയെങ്കിൽ, പ്രത്യാശ എന്നുള്ളത് ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ്. അതൊരു കാത്തിരിപ്പിന്റെ കഥയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അടുത്തു വരികയാണ്. കർത്താവിന്റെ വരവെങ്കിൽ, രണ്ടാമത്തെ വരവെങ്കിൽ ലഭിക്കുവാൻ പോകുന്ന കൃപയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രസാദാത്മകമായ അല്ല, ഈ പ്രത്യാശാപരമായ കാത്തിരിപ്പിന്, ക്രിസ്തീയ ജീവിതത്തിന്, അതിനെ തന്നെയാണ് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പേരിട്ട് വിളിക്കുക. ഈ ഒരു വൈദിക സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന വാക്കുകളിലൊന്നാണ് റിയലൈസ്ഡ് എസ്കറ്റോളജി എന്നൊക്കെ പറയും. വന്നതാണ്, ഓൾറെഡി വന്നതാണ്, ബട്ട് നോട്ട് യെറ്റ്. അത് തീർന്നിട്ടില്ല, ഇനിയും വരുമാണ്. അതിനെയല്ലേ നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുക. ആ കാത്തിരിപ്പിന്, ആ പ്രസാദാത്മക ജീവിതത്തിന് ആവശ്യമായ 2-3 ആഹ്വാനങ്ങൾ ശ്ലീഹ ഈ വേദഭാഗത്ത് പറയുന്നു. സമയത്തിന്റെ ഒരു ക്രമീകരണം അനുസരിച്ച് ആ ആഹ്വാനങ്ങളെ ഒന്ന് വായിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യാശാപരമായ കാത്തിരിപ്പിന് ആവശ്യമായ ഒന്നാമത്തെ ആഹ്വാനം ശ്ലീഹ നൽകുന്നത്, ഒന്നാമത്തെ കുറിവാക്യം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് ഒന്നാമത്തെ ആഹ്വാനമായി ശ്ലീഹ വരച്ചു കാട്ടുന്നത്. ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്ലീഹ പറയുകയാണ്, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ബി ഹോളി ഇൻ ഓൾ യുവർ കണ്ടക്ട്. വിശുദ്ധൻ എന്ന പദം ഞാൻ അല്പം സ്പീഡിൽ അങ്ങ് പറയുന്നതിന് മുൻപോട്ട് പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാ കേട്ടോ, കിട്ടുന്നുണ്ടെന്ന് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ്. വിശുദ്ധൻ എന്ന പദം നമ്മൾക്ക് ഏറെ പരിചയമുള്ള പദങ്ങളിലൊന്നും അല്ലേ.
ഇവിടെ കുഞ്ഞുങ്ങൾ കുറവാണെങ്കിലും ആരാണ് വിശുദ്ധനെന്ന് ചോദിച്ചാൽ, വിശുദ്ധരെ അറിയാമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറെ പേരുകളുണ്ടല്ലേ. ഏറെ വിശുദ്ധരുണ്ട്. പരിമല തിരുമേനി വിശുദ്ധനാണ് അല്ലേ, ഏറെ വിശുദ്ധരുണ്ട്. ഞാൻ ഈ കുറച്ചു കാലം മുമ്പ് ഒരു മർത്തോമാ സഭയുടെ ഒരു മീറ്റിങ്ങിനെ സംബന്ധിക്കുമ്പോൾ ഞാനിങ്ങനെ വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞു തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുമ്പിൽ നിന്നൊരു അപ്പച്ചനോട് പറഞ്ഞു, അച്ഛാ അതെ അച്ഛന് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്താൻ വേണ്ടിയാകും അദ്ദേഹം പറഞ്ഞു തരുന്നത്. അച്ഛാ ഞങ്ങൾക്ക് വിശുദ്ധന്മാർ ഇല്ല അല്ലേ. അപ്പൊ ഞാൻ ഇത് തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളോടൊക്കെ ചോദിച്ചായിരുന്നെങ്കിൽ ഇപ്പം ചറപറാൻ ഇഷ്ടം പോലെ വിശുദ്ധന്മാരുടെ പേരുകൾ വന്നേനെയെന്ന് ഞാൻ പറയുകയുണ്ടായി. പലപ്പോഴും ഈ വിശുദ്ധൻ എന്ന പദം നമ്മൾ വളരെ അമാനുഷികരായ ആർക്കൊക്കെയോ ഏതോ നിമിഷം ചാർത്തിക്കൊടുത്ത പദങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ധൂപം വെച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ് ആര്? വിശുദ്ധന്മാർ അല്ലേ. ആദിമസഭ, പുതിയ നിയമസഭ സഭയിലെ അംഗങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നത്, വിളിച്ചിരുന്നത് 2 വാക്കുകൾ ഉപയോഗിച്ചാണ്. അവർക്ക് 2 പേരുകൾ ഉണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ പേര് ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ അഡൽഫോസ് എന്നൊരു പദമാണ്. അതിന്റെ പ്ലൂറൽ അഡൽഫോ എന്ന് പറയാറുണ്ട്. ഓരോരുത്തരെയും വിളിച്ചിരുന്നു സഹോദരൻ. അഡൽഫോസ് എന്ന വാക്കിന്റെ അർത്ഥം സഹോദരൻ എന്നാണ്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് കൊരിന്തിലുള്ള സഹോദരന്മാർ അല്ലെ, റോമിലുള്ള സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഓരോരുവരും പരസ്പരം വിളിച്ചിരുന്നത് സഹോദരൻ എന്നാണ്. സഹോദരൻ. എങ്ങനെയാണ് എല്ലാവരും സഹോദരങ്ങളാവുക? പല വീടുകളിൽ ജനിച്ച ആളുകൾ എങ്ങനെയാണ് സഹോദരങ്ങളാവുക? ഉത്തരം വളരെ ലളിതമാണ്. വിശുദ്ധ മാമോദീസായിക്കൊക്കെ നമ്മൾ പാടുന്നത് പോലെ, മാമോദീസയുടെ ഒരു ഹൂത്തോമ നമുക്കറിയാം അല്ലേ. ദിയസ്കോറോസ് തിരുമേനിയുടെ സ്വരത്തിൽ തന്നെ ആ പാട്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ കേൾക്കപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ്. ആ പാട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്ത്? മാമോദീസ കൂദാശയതിൽ ജനകനും മകനും സുതനീശോദൻ സഹജനുമായി തീർന്നോനിവൻ. യഥാർത്ഥത്തിൽ സഭയിലേക്ക് ചേർന്ന എല്ലാവരും പരസ്പരം സഹോദരങ്ങൾ പറയുന്നതിന്റെ കാരണം ഇതാണ്. മാമോദീസ വഴി യു ആർ ബീയിങ് ഗിവൺ 2 privileges. The first one being, ഒന്നാമത്തെ എന്താണ്? ജനകന് നീ മകനായിരിക്കുന്നു അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സന്തോഷ തൈലം കൊണ്ട് മുദ്രയിടുമ്പോൾ, മാമോദീസായ്ക്ക് 2 തൈലങ്ങളാണല്ലോ. സന്തോഷ തൈലം കൊണ്ട് മുദ്രയിടുമ്പോഴത്തെ പ്രാർത്ഥന പുത്ര സ്വീകാര്യത്തിന് അർഹനാകുവാൻ തക്കവണ്ണം സന്തോഷ തൈലം കൊണ്ട് ഇന്നയാൾ അല്ലെ, പുത്രത്വമാണ്, പുത്രന്റെ ആത്മാവാണ് അല്ലെ, ദൈവപുത്രനെ പോലെ പിതാവിന് മക്കളാവുകയാണ് നമ്മൾ മാമോദീസ വഴിയായിട്ട് അല്ലെ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി ദാസരല്ല മക്കളത്രേ, മക്കളെങ്കിലോ സകലത്തിനും അവകാശികളാണ്. പ്രിവിലേജാണ് ഓരോ വിശ്വാസിയുടെയും. അതാണ് ആദ്യത്തെ പ്രിവിലേജ്. ദൈവത്തിന്റെ മകനായിരിക്കുന്നു. ദൈവത്തിന് മകനാണെങ്കിൽ സ്വാഭാവികമായിട്ടും യേശു ക്രിസ്തുവിന് നിങ്ങൾ സഹോദരങ്ങളുമാണ്. വിശുദ്ധ കുർബാനയിൽ പാടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നിന്റെ ഏകജാതന് സഹോദരങ്ങളായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഞങ്ങളെ. നോക്കൂ, അതാണ് പദവി. ദൈവത്തിന്റെ മകൻ, യേശു ക്രിസ്തുവിന് സഹോദരൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആരാണ്? സഹോദരങ്ങളാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ അവർ പരസ്പരം വിളിച്ചു സഹോദര, സഹോദരി. അത് മറ്റു ചില പ്രത്യേക സഭക്കാർക്ക് കൊടുക്കേണ്ട പേരാണെന്ന് നമ്മൾ ഏതോ നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. അല്ല, നമ്മളെല്ലാവരും സഹോദരനും സഹോദരിയുമാണ്. രണ്ടാമത്തെ പേര് അത് വിളിച്ചിരുന്നത് ഹാഗിയോസ് എന്നാണ്. ഹാഗിയോസ്, അതിന്റെ പ്ലൂറല് ഹാഗിയോയി എന്ന് പറയും. ഹാഗിയോസ് എന്ന പദത്തിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാം, വിശുദ്ധൻ എന്നാണ്. വിശുദ്ധൻ എന്നാണ്. അവർ പരസ്പരം വിളിച്ചിരുന്നു യു ആർ എ സെയിന്റ്, യു ആർ എ സെയിന്റ്. ധൂപാണയ്ക്കേണ്ടവർ മാത്രമല്ല വിശുദ്ധർ, എല്ലാവരും വിശുദ്ധരാണ്. ഇതേ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ വാക്യത്തെ ശ്ലീഹ അടിവരയിടുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. ദൈവത്തിന് നീ മകനായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ വിശുദ്ധിക്കും നീ മകനാണ്. കർത്താവിന് നീ സഹോദരനാണെങ്കിൽ അവന്റെ വിശുദ്ധിക്കും നീ സഹോദരനാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാളെ മുതൽ നമ്മുടെ പേരിനോട് ചേർത്ത് അല്ലെ സെയിന്റ് ബ്രിൻസ് എന്നൊക്കെ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതേ സഹോദരൻ, നമ്മൾ വിശുദ്ധരാണ്, നമ്മൾ വിശുദ്ധരാണ്. ഇവിടെ ശ്ലീഹ പറയുന്നത് അത് തന്നെയല്ലേ? മകനെ, മകളെ, പേരുകൊണ്ട് നീ വിശുദ്ധനാണ്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനൊന്ന് പറയട്ടെ, പേരുകൊണ്ട് നീ വിശുദ്ധനാണ്, എല്ലാ നടപ്പിലും വിശുദ്ധനാകണം. പേരിൽ വിശുദ്ധനാണ് നീ.
യു ആർ കോൾഡ് എ സെയിന്റ്. ചോദ്യം, നടപ്പിൽ വിശുദ്ധനാകുവാൻ സാധിക്കുമോ? ഈ പ്രത്യാശാപരമായ കാത്തിരിപ്പിന് ശ്ലീഹ മുൻപോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ആഹ്വാനം നടപ്പിലെ വിശുദ്ധിയാണ്. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാനുള്ള ആഹ്വാനമാണ്. ആർ യു ഏബിൾ ടു ലീഡ് എ ഹോളി ലൈഫ്? എന്നോട് ക്ഷമിക്കണം, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നത് ഈ വിശുദ്ധിയുമായിട്ടാണ്, അല്ലേ? പലതിനു വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി, പല നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്രയോ തവണയാണ് ഈ കോംപ്രമൈസ് നടക്കുക. ഈ നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ വികാരിയായിരിക്കുന്ന പള്ളി ഞാൻ പറയുകയായിരുന്നു, ഇതൊരു കോൺസെൻട്രേഷന്റെ പ്രശ്നമാണ്. ഇതൊരു ശ്രദ്ധയുടെ, ഏകാഗ്രതയുടെ പ്രശ്നമാണ്. എന്തിന്റെ ഏകാഗ്രത? പലതും പല വശങ്ങളിൽ നിന്ന്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ജോൺ ബെനിയന്റെ ദി പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്. അതിനകത്തൊരു മനുഷ്യനുണ്ട്, അയാളുടെ പേര് ക്രിസ്ത്യൻ എന്നാണ്. അയാളുടെ കഥാപാത്രത്തിന്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. അയാൾ യാത്ര ചെയ്യുന്നത് സെലസ്റ്റിയൽ സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ നഗരത്തിലേക്കാണ്. വലിയ അലിഗറിയാണ്. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വശങ്ങളിൽ നിന്ന് അയാളെ ആകർഷിക്കുന്ന പലതുമുണ്ട്. ഒരു വാലി ഓഫ് ഡെസ്പെയർ ഉണ്ട്, ഒരു വാനിറ്റി ഫെയർ ഉണ്ട്. ഇങ്ങനെ പലതും 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 അയാളെ ആകർഷിക്കുകയാണ്. ഇയാളുടെ പ്രശ്നം, ഇയാൾ നേരിടുന്ന പ്രതിസന്ധി, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഈ സെലസ്റ്റിയൽ സിറ്റിയിലേക്ക്. യഥാർത്ഥത്തിൽ ഇത് എന്റെ കഥയാണ്, ഇതെന്റെ ജീവിതമാണ്. ഞാനും ഈ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ എന്നെ മാടി പിടിക്കുന്ന പലതും വശങ്ങളിൽ നിന്ന് എന്നെ ആകർഷിക്കുകയാണ്. അവിടേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് സ്നേഹിത, അശുദ്ധി നമ്മെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. പത്രോസ്ലീഹയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാല്, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ എഴുന്ന നടക്കുമ്പോൾ ഇതാ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിധേയപ്പെടുവാൻ തയ്യാറായി ഞാൻ നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്, ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാനറിയാതെ പുറത്തുള്ള യാതൊന്നും ആടുകളുടെ അടുക്കിലേക്ക് വരികയോ ആടുകളിൽ ഒന്നുപോലും പുറത്തേക്ക് പോവുകയോ ചെയ്യില്ല. ഇന്ന് ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഭവനം, ആ ഭവനത്തിന്റെ വാതിൽ സ്നേഹിത ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് നമ്മുടെ വീടിന്റെ വാതിൽ. എന്തൊക്കെയാണ് നമ്മുടെ വീടുകളുടെ ഉള്ളിലേക്ക് കടക്കുന്നത്? ആ വീടെന്ന് പറയുന്നത് ഒരു വിശാല അർത്ഥത്തിൽ എടുക്കണം. അതൊരു കെട്ടിടം എന്ന അർത്ഥത്തിൽ മാത്രമല്ല. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ ജീവിതമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ അറിയാതെ കടക്കുന്നത്? എവിടേക്കൊക്കെയാണ് ഇതിനുള്ളിലുള്ളവർ യാത്ര ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം. ഈ നാളുകളിൽ ഏറെ ഉറക്കെ പറയേണ്ടതായിട്ട് വരുന്നുവെന്നുള്ളത് കൊണ്ട് ഞാൻ അതുമ്പോൾ ഭദ്രാസനത്തിന്റെ ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ ചുമതല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കുണ്ട്. കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഏറെ നമുക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അടുത്തിടയ്ക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്ന കാര്യങ്ങളിലൊന്ന്, ഒരു ഉദാഹരണം അത് പറയണമെന്നുള്ളത് കൊണ്ട് ഞാനെന്ന് പറയുകയാണ്. മിനിഞ്ഞാന്ന് ഒരമ്മ അവർ ദുബൈയിൽ എവിടെയോ ഒരു വീട്ടുജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരിങ്ങനെ തുടർച്ചയായിട്ട് ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തു. ഡി അഡിക്ഷൻ സെന്റർ അല്ലേ എന്ന് ചോദിച്ചാണ് ഇവർ ആദ്യം അയക്കുക. അപ്പൊ ഞാൻ അല്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്തിരുന്നു. വൈകുന്നേരം വായിക്കുമ്പോഴേക്ക് അമ്മ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് പോയി എന്നെ ഒന്ന് രക്ഷിക്കണം, ഇത് ആരാണെന്ന് എനിക്കറിയില്ല, അവരെന്നെ സാറേന്നാ വിളിക്കുക, അച്ഛനാണെന്ന് പോലും അവർക്കറിയില്ല. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അവസാനം വിളിച്ചപ്പോഴാണ് ഇവരുടെ മകന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്തോ ഒരു സാധനം അവൻ്റെ അമ്മൂമ്മ കണ്ടു, ഹൈന്ദവരാണ്, അവൻ്റെ അമ്മൂമ്മ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുക. ഞാൻ ഈ കൊച്ചനെ അടുത്ത ദിവസം ഒന്ന് കാണാമെന്ന് പറഞ്ഞ് സെന്ററിലേക്ക് വിളിച്ചു. 16 വയസ്സുള്ളൊരു കൊച്ചനാണ്, 16 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ കുറെ ഫോട്ടോസ് ഉണ്ട് ഇവര് ഈ പയ്യന്റെ പിടിച്ചേക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നെറ്റിലൊക്കെ തപ്പി നോക്കിയപ്പോൾ ഇത് കൂൾ ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ മകന് പോലും അറിയാം ഈ കൂൾ ലിപ്പ് എന്താണെന്നുള്ളത്. 15 വയസ്സേ ഉള്ളൂ അവന്. ഞാൻ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ കൊച്ചൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇത് വാങ്ങാൻ നിനക്ക് പൈസ എവിടുന്നാണ്? അപ്പൊ ഇവൻ പറഞ്ഞ മറുപടി ശരിക്കും അത്ഭുതപ്പെടുത്തി. അവൻ പറഞ്ഞു, ഫാദറെ, ഇതുവരെ ഞാൻ 1 രൂപ പോലും കൊടുത്തത് വാങ്ങിയിട്ടില്ല, ഇത് മുഴുവൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഞാൻ ചോദിച്ചു, എവിടുന്നാ ഫ്രീ ആയിട്ട് കിട്ടുന്നേ? അത് ഞാൻ റാന്നി ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കത്തേ ഉള്ളൂ, ചേട്ടന്മാർ കൊണ്ടുതരും. റാന്നി ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കേ ഉള്ളൂ, ചേട്ടന്മാർ കൊണ്ടു തരികയാണ്. അല്ലേ, നോക്കൂ അതിന്റെ പോക്കങ്ങോട്ടാണെന്ന്. ചേട്ടന്മാർ ഇത് ഫ്രീ കൊടുക്കുകയാണ് ആദ്യം. കുറെ കഴിയുമ്പോൾ ഈ ഫ്രീ പരിപാടി അങ്ങ് നിൽക്കും. അവനിത് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ഇതിനെ പണത്തിന് വേണ്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഇടയിൽ ഇന്നിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അതിനെയാണ് ഈ വിശുദ്ധി എന്ന്. ഈ ഒരു കാര്യത്തെ മാത്രം ചിന്തിക്കേണ്ട. ഇങ്ങനെ
പ്രലോഭനങ്ങളായി പലതും മുൻപിൽ ഇങ്ങനെ അതിന്റെ ഭീമാകാരമായ ഭീഭത്സമായ വിധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം, ആർ യു ഏബിൾ ടു ലീഡ് എ ഹോളി ലൈഫ്? നമ്മൾ 40 നോമ്പിലല്ലേ നമ്മുടെ കർത്താവ് ഉപവസിച്ച കഥയൊക്കെ നമുക്കറിയാം. കർത്താവിന് നേരിട്ട പ്രലോഭനങ്ങളെ നാം ഏറെ ധ്യാനിച്ചിട്ടുള്ളതുമാണ്. ഓരോ വാക്കുകൊണ്ട് ആ 3നെയും ഒന്ന് വായിച്ചു നോക്കൂ. ഇതൊരു വായനയിലെ അടുത്തിടയ്ക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു? ഒന്നാമത്തെ പ്രലോഭനം 40 ദിവസം ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മുമ്പിൽ പോയിട്ട് പറയുകയാണ്, നീ പറഞ്ഞാൽ മതി കല്ല് മുഴുവനും അപ്പമാകും. അല്ല, ഇതൊക്കെ കണ്ടിട്ട് നല്ല ബണ്ണ് പോലെയല്ല ഇരിക്കുന്നത്, നീ പറഞ്ഞാൽ ഇത് മുഴുവനും വിശപ്പാണ്. ആദ്യ പ്രലോഭനം. രണ്ടാമത്തെ പ്രലോഭനം, മുകളിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, ജംപ് ഡൗൺ, താഴോട്ട് ചാടിക്കൂ, ആരും കാണില്ല, അല്ല പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ചാടിയാ കുഴപ്പമില്ല, പിന്നെ തന്നെ ചാടുന്നേ. അതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയുണ്ട്, ഒരു ഹിഡൻ ഓഫർ ഉണ്ട്, ബൈ വൺ ഗെറ്റ് വൺ പോലെ. ചാടിയാൽ കുഴപ്പമില്ലെങ്കിലും ചാടാൻ പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ഇത് യെരുശലേമല്ലേ, തലസ്ഥാനമല്ലേ? നീ ഇത്ര മുകളിൽ നിന്നും താഴേക്ക് ചാടി നിനക്കൊരു കുഴപ്പവും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ജനമെല്ലാം പറയും, യു ആർ റിയലി ഗ്രേറ്റ്, നീ ഒരു മഹാനാണെന്ന് ഈ ജനമെല്ലാം പറയും. എന്തിനാണ് വെറുതെ 3-3.5 വർഷക്കാലത്തെ ഒരു പരസ്യ ശുശ്രൂഷയും ഒരു കഷ്ടാനുഭവവും ഒരു മരണവും ഇതൊന്നുമില്ലാതെ you'll be famous in a jump? യഥാർത്ഥത്തിൽ കുറുക്കു വഴികളിലൂടെയുള്ള പ്രശസ്തിയാണ് രണ്ടാമത്തെ പ്രലോഭനം. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വല്ലാതെ താല്പര്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. അതൊരു വലിയ വിപത്തായിട്ട് നിൽക്കുകയാണ് ഈ കുറുക്കു വഴികളിലൂടെയുള്ള പ്രശസ്തി. മൂന്നാമത്തെ പ്രലോഭനമോ, എല്ലാം കാണിച്ചു, അതിന്റെ എല്ലാ പ്രതാപങ്ങളും കാണിച്ചിട്ട് പറയുകയാണ്, ഇത് മുഴുവനും നിനക്കുള്ളതാണ്, എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ടെന്നേ. ഈ കൺവെൻഷനൊക്കെ ആൻഡ് പിടിച്ചിട്ട് വെട്ടമൊക്കെ ഉണ്ട്, അങ്ങോട്ട് മാറി എന്നാൽ ഇരുട്ടാണ്, ആരും കാണാൻ എന്നോടൊന്ന് ചേർന്ന് നിന്നാൽ മതി, അല്ലേ? സ്നേഹിതരെ, അൺഹോളി റിലേഷൻസ് ആണ്, അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് മൂന്നാമത്തെ പ്രലോഭനം. പണമോ അധികാരമോ കിട്ടുമെങ്കിൽ എന്ന് ആലോചിച്ചു നോക്കൂ. വിശപ്പ്, കുറുക്കു വഴികളിലൂടെയുള്ള പ്രശസ്തി, അവിശുദ്ധ കൂട്ടുകെട്ട്. സ്നേഹിത, ഈ നോമ്പിന്റെ കാലത്ത് ശാന്തമായിട്ട് എന്നോടൊന്ന് ചിന്തിക്കണം, ഞാനും ഇന്ന് എന്റെ വിശുദ്ധികളെ പണയം വെക്കുന്നത്, അശുദ്ധിയോട് കൂട്ടുചേരുന്നത് ഈ 3 കാര്യങ്ങൾക്കല്ലേ? എന്റെ വിശപ്പുകൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല, എന്റെ ആസക്തികൾ, എന്റെ ജഡത്തിന്റെ അഭിലാഷങ്ങൾ, മോഹങ്ങൾ, അല്ലേ? ഈ സൈബർ ഫാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പ്രസക്തി ഉണ്ട് എന്ന് ഓർക്കണം. സൈബർ ഫാസ്റ്റ് റെലവൻസ് ഈ കാലത്ത്. കാരണം ഇതിങ്ങനെ ഈ എന്തും ശമിപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമ്മെ മാടി വിളിക്കുമ്പോഴാണ് യു ഷുഡ് ബി ഏബിൾ ടു സേ എ ബിഗ് നോ, അല്ലേ? വിശപ്പുകൾ അടങ്ങുന്നില്ല. പ്രശസ്തനാകാമെങ്കിൽ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചു പോകുന്നൊരിടമാണ് അവിശുദ്ധ കൂട്ടുകെട്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ പണമോ അധികാരമോ കിട്ടുമെങ്കിൽ ക്ഷമിക്കണം, ഏത് വൃത്തികെട്ടവരുമായിട്ട് ചങ്ങാത്തമാകാവെന്ന് പറയുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് ശ്ലീഹായുടെ വാചകത്തിന്റെ എവർഗ്രീൻ റെലവൻസ് എന്ന് പറയുന്നത്. എല്ലാ നടപ്പിലും വിശുദ്ധരാണ്. ഞാൻ ഒന്നാമത്തെ കുറിപ്പിനെ അവസാനിപ്പിക്കുകയാണ്. നമുക്കും ഈ പ്രസാദാത്മകമായ ഒരു ജീവിതമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, പ്രത്യാശാപൂർവമായ ഒരു കാത്തിരിപ്പാണ് ലക്ഷ്യമെങ്കിൽ, നമുക്കും ചിലതിനോടൊക്കെ ഒന്ന് നോ എന്ന് പറഞ്ഞ് ശീലിക്കാം. സ്നേഹിത, നോ എന്നൊന്ന് പറയാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. അതിന് വല്ലാത്തൊരു ജാഗ്രത ആവശ്യമുണ്ട് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ആ ജാഗ്രതയെ അഭ്യസിക്കുന്ന ഒരു ഇടമായി, ഒരു കാലമായി ഈ നോമ്പിനെ നമുക്കൊന്ന് മാറ്റിവെക്കാം. നമുക്ക് ഈ നോമ്പിന്റെ അവസാനം 50 ദിവസം ഭക്ഷണം കഴിക്കാതെ ഞാൻ ജീവിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് എന്റെ സ്ട്രക്ചറിനെ, എന്റെ ഘടനയെ അല്പമായിട്ടെങ്കിലും ഒന്ന് പരുവപ്പെടുത്തുവാൻ ഈ നോമ്പെന്നെ സഹായിച്ചു എന്ന ഒരു നിർവൃതിയാകട്ടെ ഈ നോമ്പിന്റെ അവസാനം. ഒന്നാമത്തെ കുറിപ്പ് എല്ലാ നടപ്പിലും വിശുദ്ധരാകണം എന്നുള്ളതായിരുന്നു. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഒന്നാമത്തെ കുറിപ്പ്. രണ്ടാമത്തെ കുറിപ്പ്, ഈ കാത്തിരിപ്പിന്, പ്രത്യാശാപരമായ കാത്തിരിപ്പിന് ശ്ലീഹ മുൻപോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ കുറിപ്പ് 17-ാമത്തെ വാക്യമാണ്. ആ വാക്യവും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ശകലത്തെ മാത്രം ഒന്ന് വേർതിരിക്കുകയാണ്. ശ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. Live in reverent fear your period of exile. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ചു കൂട്ടണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും പീഡകളും ഒക്കെ ഉണ്ടായി ഞങ്ങൾ കൊല്ലപ്പെട്ടേക്കാമെന്ന് പറഞ്ഞ ജനത്തോട് ഒരല്പം സർക്കാസ്റ്റിക് ആയിട്ട് ശ്ലീഹ പറയുകയാണ്, അല്ലേലും നിങ്ങളൊക്കെ മരിക്കാൻ പോവാണ്, അല്ലെങ്കിലും നിങ്ങളൊക്കെ മരിക്കാൻ പോവാണ്. നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയുള്ളൊരു കാലമാണ്? ഇതൊരു പ്രവാസകാലമാണ്. ഇത് കുറച്ചു കാലത്തേക്കിനേ ഉള്ളൂ. ഇത് പ്രവാസകാലമാണ്. അതുകൊണ്ട് ഈ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം.
കേരള സമൂഹത്തോട് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വാക്കുകളിൽ ഒന്നാണ് പ്രവാസം എന്ന വാക്ക്. പ്രവാസം. ഇവിടെ ഇരിക്കുന്നവരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിലെങ്കിലും നല്ലൊരു പങ്കും ഏതെങ്കിലുമൊക്കെ കാലത്ത് പ്രവാസികളായിരുന്നു, പ്രവാസത്തിലായിരുന്നു. സ്ത്രീകളെ മാറ്റി നിർത്തിയില്ല നമ്മൾ. എന്താണ് പ്രവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്? ആരാണ് പ്രവാസി? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വന്തം വീടും സ്വന്തം നാടും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അല്ലേ? ചെല്ലുന്ന സമയം തൊട്ട്, ദിവസം തൊട്ട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഞങ്ങൾ വൈദ്യസേവനയിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ തിരുവേനിയായിരുന്നു ഞങ്ങളുടെ വാർഡിന്. അപ്പൊ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ തിരുവേനിയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് പ്രത്യാശയാണല്ലേ. എന്നിനി ഒരു ലീവ് കിട്ടും, വീട്ടിലൊന്ന് പോകാനല്ലേ, എന്നൊരു ലീവ് കിട്ടും. അത് കനിയണം, വാർഡൻ കനിഞ്ഞെങ്കിലേ ലീവ് കിട്ടുകയുള്ളായിരുന്നു അല്ലേ. ഞാൻ തമാശ എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് പ്രവാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രവാസി ഒരു ദൂരദേശത്ത് ചെന്ന് കഴിയുമ്പോൾ അല്ലേ, ഏതോ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ട് ആരോ പറഞ്ഞ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന് പറഞ്ഞതുപോലെയാണ്. ചെല്ലുന്ന കാലം തൊട്ട് അയാളുടെ ഉള്ളിൽ രൂഢമൂലമാവുന്ന വികാരങ്ങളിൽ ഒന്ന്, ദിസ് ഇസ് നോട്ട് മൈ പ്ലേസ്, ഇതെന്റെ സ്ഥലമല്ല. ദിസ് ഇസ് നോട്ട് മൈ പ്ലേസ്. എനിക്ക് സ്വന്തമായി മറ്റൊരിടമുണ്ട്. ഞാൻ ഈ മൈഗ്രേറ്റ് UK-യിലേക്കും യൂറോപ്പിലും മൈഗ്രേറ്റ് ചെയ്യുന്നവരെ കുറിച്ച് അല്ല ഞാൻ പറയുക. നമ്മുടെ ഒരു ട്രഡീഷണൽ, ഒരു പരമ്പരാഗത വീക്ഷണത്തിലെ ഈ പ്രവാസത്തെ കുറിച്ചാണ്. ചെല്ലുമ്പോൾ മുതൽ ആഗ്രഹിക്കുന്നത്, അവൻ അധ്വാനിക്കുന്നത്, അവൻ നേടുന്നത് മുഴുവൻ എവിടേക്കാണ്? അവന്റെ സ്വന്തം ഇടത്തേക്കാണ് അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന, നന്നായി നല്ലൊരു വീട് പണിയും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളായി അങ്ങനെ എല്ലാം പരുവപ്പെടുത്തി ഏറ്റവും അവസാനം ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് എവിടേക്ക് പോകും? സ്വന്തം ഇടത്തേക്ക്. ആ വാക്കിന് എന്ത് പവറാണെന്നോ, എത്ര ബലമാണെന്നോ, എത്ര മിഴിവാണെന്നോ. അയാളുടെ സ്വന്തം ഇടത്തേക്ക് അയാൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകും. അതാണ് പ്രവാസം. യഥാർത്ഥത്തിൽ ഇവിടെ ശ്ലീഹ വിഭാവനം ചെയ്യുന്നതും അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. പ്രവാസം എന്ന വാക്ക് ഇസ്രായേലിന് വളരെ പരിചയമുള്ള വാക്കുകളാണ്. കാരണം അവന്റെ ചരിത്രത്തിൽ തന്നെ 2 വലിയ പ്രവാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രവാസം 430 വർഷങ്ങൾ നീണ്ടുനിന്ന ഈജിപ്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു, മിസ്രൈമി പ്രവാസമായിരുന്നു. അവിടുന്ന് 40 വർഷമെടുത്തവർ മടങ്ങി വരാൻ. ഈ മടങ്ങി വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പാലും തേനും ഒഴുകുന്ന കനാൻ. നേരത്തെ ഇട്ടേച്ച് പോയതാണ്, കുറെ കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങി അവിടെ നദികളിലൂടെ ഒഴുകുന്നത് വെള്ളമല്ല, പിന്നെ എന്താണ് അല്ലേ, പാലും തേനുമാണെന്നൊക്കെ പറയാൻ തുടങ്ങി. പോട്ടെ, ഈ വരുന്ന വഴിക്ക് ദൈവം അവരെ പരുവപ്പെടുത്തുന്ന ഒരു വിധമില്ലേ, കൽപ്പനകൾ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അങ്ങ് ചെന്ന് ഭംഗിയായി ജീവിക്കുവാൻ ഇവിടുന്ന് കൽപ്പനകൾ കൊടുക്കുന്നു, അവരെ ഒരുക്കുകയാണ്. സാക്ഷ്യപ്പെട്ടകം കൊടുക്കുന്നു. എന്തിന്? അങ്ങ് ചെന്ന് ഭംഗിയായി ജീവിക്കുമ്പോൾ. നമുക്കറിയാം ഈ ദേവാലയമൊക്കെ പിന്നീട് രൂപപ്പെടുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് ഈ സാക്ഷ്യപ്പെട്ടകത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങെപ്പോഴോ ഉള്ളൊരു സ്ഥിരതാമസത്തിന് വേണ്ടി ഇവിടുന്ന് ഒരുങ്ങി വന്നൊരു ജനമാണിത് മിസ്രൈമി പ്രവാസത്തിന്റെ കാലത്ത്. രണ്ടാമത്തെ പ്രവാസം ബാബേൽ പ്രവാസമായിരുന്നു അല്ലേ. അങ്ങ് ദൂരെ ബാബേലിൽ പോയി യെരുശലേമിനെയൊക്കെ വിട്ടേച്ച് പോകേണ്ടതാണ്. ദാനിയേലിന്റെ കഥയൊക്കെ നമുക്കറിയാം. അവൻ ഇങ്ങനെ യെരുശലേമിലേക്കുള്ള കിളിവാതിലിനെയൊക്കെ തുറന്ന് അവിടെ ആയിരിക്കും യെരുശലേം എന്നുള്ള സ്വപ്നത്തിൽ ഉള്ള വിചാരത്തിൽ യെരുശലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്ന കഥ അറിയാം. 137-ാം സങ്കീർത്തനം കാണാതിരിയാവുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. എഴുത്തുകാരൻ പറയുകയാണ്, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, അലരി വൃക്ഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു അല്ലെ, ചങ്കുപൊട്ടി പാടുകയാണ്, യെരുശലേമേ യെരുശലേമേ നിന്നെ ഞാൻ മറന്നുപോയെങ്കിൽ എന്റെ നാക്ക് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ അല്ലെ. ഇറസിസ്റ്റബിൾ ഡ്രീം അബൌട്ട് their homeland. അടക്കാനാകാത്ത സ്വപ്നമാണ്. അങ്ങനെ ജീവിച്ചൊരു സമൂഹത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെട്ടു വന്നൊരു സമൂഹത്തോട്, പുതിയ ഇസ്രായേലിനോട് പറയുകയാണ്, മക്കളെ ഞാൻ നിങ്ങളോട് മറ്റൊരു പ്രവാസത്തെ കുറിച്ച് പറയുകയാണ്. അത് ഈ ജീവിതമാകുന്ന പ്രവാസമാണ്. ഓർത്തുകൊള്ളണം, the place where you belong to is not your place. The place where you belong to is not your place. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. ഓരോ വിശ്വാസ വീരന്മാരെയും എടുത്ത് അടയാളപ്പെടുത്തുന്ന അധ്യായമാണ്. അബ്രഹാമിനെ കുറിച്ചൊരു വാചകമുണ്ട്, വ്യക്തിപരമായി എനിക്കേറെ ഇഷ്ടമുള്ള വാചകങ്ങളിൽ ഒന്നാണ്. എബ്രായർ 11:9 അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്
ഒരു അന്യദേശത്തെന്നതുപോലെ ചെന്നു. ഒരു വലിയ യാത്ര മുഴുവൻ കഴിഞ്ഞ് അല്ലെ, ഹാരാനിൽ നിന്നും തുടങ്ങി ഒരു പുരുഷായുസ് മുഴുവൻ നടന്ന് കനാനിൽ ചെന്ന അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്നു. തീർന്നില്ല. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അവൻ കൂടാരങ്ങളിൽ പാർത്തു. തീർന്നില്ല. അവൻ ഭവനത്തിലല്ല പാർത്തത്, കൂടാരത്തിലാണ്. തീരുന്നില്ല. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഹൃദയത്തിൽ സാധിക്കുന്നെങ്കിലും എഴുതിയിടണം. അവനൊരു കാത്തിരിപ്പ് നടത്തി. എന്തിനുള്ള കാത്തിരിപ്പാണെന്നറിയാമോ? ദൈവം ശില്പിയായുള്ളതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. He waited for a city of which God is architect. ദൈവം ശില്പിയായ ഒരു നഗരത്തിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നു എന്നാണ് പറയുക. സ്നേഹിത, ഈ സന്ധ്യയിൽ നമ്മുടെ ജീവിതത്തെ, പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ ഈ പറഞ്ഞ പ്രവാസങ്ങളോട് ചേർത്ത് നിർത്തി ഒന്ന് അടയാളപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഈ ജീവിതം എക്കാലത്തേക്കുമുള്ളതാണെന്ന് ഏതോ നിമിഷം ചിന്തിച്ച് താഴേക്ക് നമ്മുടെ വേരുകൾ ആഴ്ന്നിറങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് എഴുതിയിടണം, സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ഇടം നിന്റേതല്ല. നീ ആയിരിക്കുന്ന ഇടം നിന്റേതല്ല. ഞാനിപ്പോൾ ഈ പോകുന്ന ഇടങ്ങളിലൊക്കെ ഇതൊന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടുമല്ല. ഞാനും ഈ മരണത്തെക്കുറിച്ച് എനിക്ക് ഒരു വർഷം മുമ്പ് ഒരു വലിയ അപകടമുണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെയൊക്കെ ഒരു വ്യക്തത. ഞാൻ ഓടിച്ചിരുന്ന വാഹനം വന്ന് ഇടിച്ചു എന്നുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മളൊക്കെ അറിഞ്ഞാണ് കേരളത്തിൽ 4 പേരൊരു വാഹന അപകടത്തിൽ മരിച്ചത്. അതും കോന്നിയിലാണ്. ഒരു ന്യൂലി വെഡഡ് കപ്പിൾ, ഒരു ഭാര്യയും ഭർത്താവും എയർപോർട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവർ രണ്ടുപേരുടെയും അപ്പൻ അതിന് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വീടിന് വളരെ അടുത്താണ് ഈ അപകടം നടന്നത്. ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഞാനത് കാണുക. ഞാൻ അതിന് ശേഷം വീടിന് വളരെ അടുത്താണ്, പക്ഷെ എനിക്ക് അവിടെ നിന്ന് പോകാനോ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. സമയം ഇല്ലാഞ്ഞിട്ടല്ല, ധൈര്യം ഉണ്ടായില്ല. കാരണം ഞാനത് പറഞ്ഞതാണ്, ഞാൻ വ്യക്തിപരമായ ഇതിലൂടെ കടന്നു പോയ ഒരാളായതുകൊണ്ടാണ്. ഞാനും ഉറങ്ങിപ്പോയി, എൻ്റെ വാഹനം പോയി ഇടിച്ചയാളാണ് ഞാൻ. സത്യമായിട്ടും മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടതാണ്. ഒരു എയർ ബാഗിന്റെ അകലത്തിൽ അല്ല, വണ്ടിക്ക് 4 ലക്ഷം രൂപയുടെ പണി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഇടിയുടെ ആഘാതം നിങ്ങളെന്ന് ഓർത്താൽ മതി. ഞാൻ സത്യമായിട്ടും തിരിച്ചറിയുന്ന ഒരു വാചകം ഇന്ന് അല്ലെ, ഈ അകത്തേക്ക് പോയ ശ്വാസം പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാനില്ല. അകത്തേക്ക് പോയത്, അതുകൊണ്ടാണ് പറയാറുള്ളത്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇന്റർവെൽ ബിറ്റ്വീൻ ടു ബ്രെത്ത്സ്. 2 ശ്വാസങ്ങളുടെ ഇടയിലുള്ള ഒരു ഇടവേളയല്ലേ സ്നേഹിത എൻ്റെ ജീവിതം. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. ആ ശ്വാസം മാത്രമായി ഞാനാണ് സ്നേഹിത. ഈ ലോകത്തിൻ്റെതായ, ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ മോഹങ്ങളിലും പെട്ട് ഇതെന്നേക്കുമാണെന്നുള്ള മിഥ്യാധാരണയിൽ ഈ ലോകത്ത് ഇങ്ങനെ, എന്നോട് ക്ഷമിക്കണം, സുഖിച്ച് പുളച്ച് മതിച്ച് ജീവിക്കുന്നത്. പ്രവാസകാലം ഭയത്തോടെ കഴിക്കണമെന്നാണ് അല്ലേ നമ്മുടെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്, ആവർത്തിച്ച്. പാമ്പാക്കട പുസ്തകത്തിൽ വായിക്കാം, കുംഭസാരക്രമത്തിൽ വായിക്കാം, ശീമ നമസ്കാരത്തിൽ വായിക്കാം, ഭവന കൂദാശയിൽ വായിക്കാം. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അത്രയും എന്തൊക്കെയാണ്? 1, മരണമുണ്ട്, ജീവനുണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. നമ്മള് ശിവാനമസ്കാരത്തിൽ അത് 3 പാടുന്നുള്ളൂ. നിര്യാണം ന്യായത്തിൻ പീഠം നരകം 3 ഭീറ്റിടുന്നൻ കർത്താവേ എന്നുള്ളത്തിൽ. മരണമുണ്ട്, മറന്നു പോകരുത് അല്ലെ. പ്രായവ്യത്യാസമില്ല, മരണമുണ്ട്, തൊട്ടു മുൻപിലുണ്ട്. 2, ന്യായവിധിയുണ്ട്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കർത്താവ് അല്ലെ അരുളി ചെയ്ത വാചകമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലത് ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടുന്ന, തിന്മ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടുന്ന ഒരു ന്യായവിധിയുണ്ട്. പരിശുദ്ധനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ എത്ര ശ്രദ്ധയോടാണ് അതിനെക്കുറിച്ച് എഴുതിയിടുക. There'll be a day of judgment. 3, സ്വർഗമുണ്ടെങ്കിൽ 4, നരകവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്നേഹിത ഓർത്തു വെക്കണം, ഈ ജീവിതം, ഈ ജീവിക്കുന്ന ജീവിതത്തിലെ നേട്ടങ്ങളും പണവും വേണ്ട എന്നല്ല ഞാൻ പറയുക. എന്നാൽ അതിനുമപ്പുറത്ത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് ഏതിന് എന്ന് ക്രിസ്തീയമായി നാം ചിന്തിക്കണം അല്ലെ. മുഖപ്രസാദത്തോടെ കർത്താവേ നിന്നെ എതിരേൽക്കുവാൻ
ഞാൻ ഈ പ്രത്യാശാപരമായി കാത്തിരിക്കുന്ന നിന്നെ എതിരേൽക്കുവാനാണ്. നീ വരുമ്പോൾ എന്നെ കണ്ടല്ലോ എന്നോർത്ത് നിനക്കും, നിന്നെ കണ്ടല്ലോ എന്നോർത്ത് എനിക്കും മുഖപ്രസാദം ഉണ്ടാകുന്ന ഒരു ജീവിതക്രമം. അതിനുവേണ്ടി ഈ നോമ്പ് കാലത്ത് നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാം സ്നേഹിതരെ. ഞാൻ രണ്ടാമത്തെ കുറിപ്പിനെയും അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച്, ഈ ജീവിതം ഏറെക്കാലത്തേക്കുള്ളതല്ല എന്ന ബോധ്യത്തെ കുറിച്ച് നാം എഴുതി ചേർക്കണം നമ്മുടെ ജീവിതത്തോട്. ഇത് അവസാനിക്കുവാൻ പോവുകയാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ സാധിക്കണം നമുക്ക്. പ്രവാസകാലമാണ്, ആയിരിക്കുന്ന ഇടം സ്നേഹിത നിന്റേതല്ല. അതുകൊണ്ട് ഈ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഞാൻ മൂന്നാമത്തെ കുറിപ്പിനെ ഒന്ന് പരാമർശിച്ച് അവസാനിപ്പിക്കുകയാണ്. ആ ചിന്തയെ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ സമയം ഏതാണ്ട് പൂർണ്ണമാകുന്നുവല്ലോ. ഈ പ്രത്യാശപരമായ കാത്തിരിപ്പിന് ശ്ലീഹ നൽകുന്ന മൂന്നാമത്തെ ആഹ്വാനം 22-ാമത്തെ വാക്യത്തിലാണ്. ഏറെ വാക്കുകൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങനെ അവസാനിപ്പിക്കുക. 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കണം. ലവ് വൺ അനദർ ഡീപ്ലി ഫ്രം യുവർ ഹാർട്ട്. ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കണം. ഏറെ നാം സ്നേഹത്തെ കുറിച്ച് ധ്യാനിച്ചിട്ടും പഠിച്ചിട്ടും വായിച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹമെന്നാൽ പലപ്പോഴും നമ്മൾ സ്നേഹം എക്സ്പ്രഷൻസ് ആണെന്ന് വിചാരിച്ചു പോയി, പ്രകടനങ്ങളാണെന്ന് വിചാരിച്ചു പോയി. അല്ലെങ്കിൽ ക്ഷമിക്കണം, കുറെ അധികമായി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് മാത്രമാണ് സ്നേഹമെന്ന് നമ്മൾ ചിന്തിച്ചു പോയി. ഞാൻ ബോബി അച്ഛൻ്റെ ഒരു പുസ്തകത്തിലാണ് വായിച്ചു തുടങ്ങിയത്. ഞാൻ അതിന് ശേഷം അത് ഏറെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്നേഹത്തെ അടയാളപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ഏറെ വാക്കുകളുണ്ട്. അതിലൊരു വാക്ക് നീതി എന്ന വാക്കാണ്. നീതി എന്ന വാക്ക്, യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ നീതിയാണ്. എന്താണ് നീതി? എൻ്റെ അധ്യാപകനാണ് അഭിനന്ദ തിരുമേനി. തിരുമേനി എന്നെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ തിരുമേനിയിൽ ആഗ്രഹിക്കുന്നത് തിരുമേനിയുടെ ഒരു പുഞ്ചിരിയാണ്. ഒരു പുഞ്ചിരി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ എന്നെ കൈമതിച്ചിട്ട്, അച്ഛാ എന്തുകൊണ്ട് സൗഖ്യമായിരിക്കുന്നോ, വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ, കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പുഞ്ചിരിയാണ്. എന്നാൽ എനിക്ക് ലഭിക്കുന്നത് അതിനും അപ്പുറത്തുള്ള സ്നേഹത്തോടെയുള്ള കുശലങ്ങളാണ്. ഞാൻ പറയും, തിരുമേനി നീതിയുള്ളവനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. യഥാർത്ഥത്തിൽ സ്നേഹം, നീതി ഞാൻ ആദ്യം പറഞ്ഞ പ്രതീക്ഷകളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും പരസ്പരം പ്രതീക്ഷകളുണ്ട് സ്നേഹിതരെ. കുഷ്ഠരോഗി പ്രതീക്ഷിച്ചിരുന്ന ഒരു സൗഖ്യമാണ്. അവൻ സൗഖ്യമേ പ്രതീക്ഷിച്ചുള്ളൂ കർത്താവിൽ നിന്ന്. സൗഖ്യം പ്രതീക്ഷിച്ചിരുന്നവനെ മോനെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് തൊട്ടിട്ടാണ്, ചേർത്ത് പിടിച്ചിട്ടാണ് അവന് കർത്താവ് സൗഖ്യം കൊടുക്കുക. കർത്താവ് നീതിയുള്ളവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മളേറെ പറഞ്ഞിട്ടുള്ളതാണ്. ലോകം തങ്ങൾ രക്ഷപ്പെടുവാനായി എന്തെങ്കിലും ദൈവം ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവം ചെയ്തത് എന്താണ്? തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ടാണ് സ്നേഹിച്ചത്. എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും മികച്ചതിനെ നൽകിക്കൊണ്ട് സ്നേഹിക്കുന്ന അതിനെയാണ് നീതി എന്ന് വിളിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒറ്റ വാക്കിൽ ഇത്ര മാത്രം: എല്ലാവർക്കും സ്നേഹിതരെ, എല്ലാവരെയും കുറിച്ചും പ്രതീക്ഷകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആധുനിക ലോകത്തിലെ സ്നേഹമില്ലായ്മയുടെ കാരണം അല്ലെ, കുഷ്ഠരോഗി ഒറ്റപ്പെട്ടവനാണ് നമ്മൾ പറയാറുണ്ട്. അവൻ ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണ് കർത്താവ് അവനെ തൊട്ടിട്ട് സൗഖ്യം കൊടുക്കുന്നത്. നമ്മുടെ ഇടയിലും ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ ചില ജീവിതങ്ങളുണ്ട്. അതിനെ അന്വേഷിച്ചിട്ട് ഒരു ശരണാലയത്തിലും പോകണ്ട, ഒരു വൃദ്ധമന്ദിരത്തിലും പോകണ്ട. നമ്മുടെ വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയവരെയെങ്കിലും ഈ നോമ്പ് കാലത്ത് നീതിയുടെ കണ്ണോടുകൂടെ, ഞാൻ ഒരു വാചകം മാത്രം ഒന്ന് ചോദിച്ചുകൊട്ടെ, സത്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തരാണോ? നമ്മുടെ പങ്കാളിയെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ശരിക്കും എല്ലാവരിൽ നിന്നും കുറെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? കുറെ കൂടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഫിലിപ്പോസേ, ഇത്ര കാലം എൻ്റെ കൂടെ ജീവിച്ചിട്ടും നീ എന്നെ അറിയുന്നില്ലല്ലോ. ഈ ചോദ്യം വല്ലാതെ നമ്മുടെ വീടുകളിൽ ഉയരുന്നില്ലേ? 30 വർഷമായി 50 വർഷമായി ഒരുമിച്ച് ജീവിച്ചിട്ടും അച്ഛാ നിങ്ങൾ ഇതുവരെ എന്നെ ഒന്ന് അല്ലേ? നമുക്ക് ആ പ്രതീക്ഷകളെ ഒന്ന് കുറച്ചെങ്കിലും ഈ നോമ്പ് കാലത്തൊന്ന് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. വേദപുസ്തകത്തിലെ ശക്തമായ ചോദ്യങ്ങളിൽ ഒന്ന് നിന്റെ സഹോദരൻ എവിടെയെന്നുള്ളതാണ്. അപ്പൊ അവൻ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? നമുക്ക് എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് ഒന്ന് എഴുതി വെക്കാം, അതെ ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. മാതാപിതാക്കളാകാം സഹോദരൻ, കാവൽ ചെയ്യേണ്ടയാൾ. മക്കളാകാം, സഹോദരനാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, അയൽവക്കക്കാരനാകാം, ഇടവയിലുള്ളവനാകാം. സ്നേഹിത, ഈ നീതിയോടുകൂടെ ഒന്ന് ഇടപെടുവാൻ തക്കവണ്ണം
ഈ എക്സ്റ്റെൻഡിങ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഒത്തിരി ഉള്ളതിൽ നിന്ന് കൊടുക്കുക സമയത്തിൻ്റെതാകാം, ചെവി കൊണ്ടാവാം, ചേർത്ത് പിടിക്കൽ കൊണ്ടാകാം. നീതിയുള്ളവരായി ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിക്കുന്ന ആഹ്വാനത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഞാൻ വളരെ വേഗം വളരെ പ്രധാനപ്പെട്ട ഒരു വാചകത്തെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ചെന്ന് വായിക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചത്, ശ്രമിച്ചത്. സഹനത്തിലായിരുന്ന, സങ്കടക്കടലിലായിരുന്ന ഒരു ജനതയോട് ശ്ലീഹ നൽകുന്ന നിർദ്ദേശം അതാണ്. സങ്കടങ്ങളെ അതിജീവിക്കുവാൻ കുറുക്കുവഴികൾ തേടുന്നതിനപ്പുറത്ത് നിനക്ക് ഒരു പരിഹാരമുണ്ടാവുന്ന ആ ഒരു വലിയ കർത്താവിന്റെ പ്രത്യക്ഷത, അതിനുവേണ്ടി കുറെ കൂടെ പ്രസാദാത്മകമായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, പ്രത്യാശയോടെ കാത്തിരിക്കുക. ആ കാത്തിരിപ്പിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന 2-3 ആഹ്വാനങ്ങളെയാണ് ശ്ലീഹ ജനത്തിനും ഈ സന്ധിയിൽ നമുക്കും പറഞ്ഞു തരിക. ഒന്നാമത്തേത് നടപ്പിലെ വിശുദ്ധിയെക്കുറിച്ചാണ്. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിന്റെ നൈമിഷികതയുമായി ബന്ധപ്പെടുത്തി, ഇത് പ്രവാസകാലമാണ് സ്നേഹിത. ഉള്ളതും തന്നതുമെല്ലാം ദൈവത്തിന്റെ ദാനം മാത്രമാണ്. കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഈ പ്രവാസകാലത്തെ ഭയത്തോടെ കഴിച്ചുകൂട്ടുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്, എന്നാൽ ഏറെ ശ്രദ്ധയോടെ നാം ധ്യാനിക്കേണ്ടതാണ് ഹൃദയപൂർവ്വമുള്ള അന്യോന്യ സ്നേഹം എന്ന് പറയുന്നത്. നീതിയോടെ പ്രതീക്ഷകളെ കുറെയെങ്കിലുമൊക്കെ ഒന്ന് നിർവഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ നോമ്പുകാലത്ത് തുടങ്ങി വെക്കാവുന്ന ഒരു നല്ല ശീലത്തിലേക്കുള്ള ഒരു ഉപനയനമാവട്ടെ അത്. ഈ സന്ധ്യയോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു.